നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നത് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? നിങ്ങൾ വിജയിക്കുമോ? നിങ്ങൾക്ക് ധനയോഗം ഉണ്ടാകുമോ? അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ മാറ്റം വരാനിരിക്കുകയാണോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജനിച്ച തീയതി, ഇത് രണ്ടും ചേർന്നാൽ നിങ്ങളുടെ ഭാവിയുടെ രഹസ്യം തുറന്നു കാണിക്കുന്ന ഒരു സത്യമാണ്. നമ്മളിൽ പലർക്കും ജീവിതത്തിൽ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് സംഭവിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാകാം. ചിലർ എത്ര ശ്രമിച്ചാലും വിജയിക്കാൻ സമയമെടുക്കും. ചിലർക്ക് വളരെ എളുപ്പത്തിൽ ഭാഗ്യം ലഭിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതൊരിക്കലും ഒരു ആക്സിഡന്റ് അല്ല, ഇതൊരു കാൽക്കുലേഷൻ ആണ്, ഒരു എനർജിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓൾറെഡി സെറ്റ് ആയിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ പേരിൽ, നിങ്ങളുടെ ജനന തീയതിയിൽ. നമുക്ക് സാധാരണമെന്ന് തോന്നുന്ന ഈ രണ്ട് കാര്യങ്ങൾ, അതായത് നമ്മുടെ പേര്, നമ്മൾ ജനിച്ച തീയതി, ഇവ വാസ്തവത്തില് നമ്മുടെ ജീവിതത്തെ ഗൈഡ് ചെയ്യുന്ന രണ്ട് ശക്തികളാണ്. ഇത് ശാസ്ത്രീയമായിട്ട് പലരും പഠിച്ചിട്ടുള്ളതാണ്. പലർക്കും ഇത് ഉപയോഗിച്ച് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ന്യൂമറോളജി എന്നൊരു ശാസ്ത്രം നൂറുകണക്കിന് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. പേര് മാറ്റി അല്ലെങ്കിൽ ചെറിയ സ്പെല്ലിംഗ് ചേഞ്ച് ചെയ്ത് ജീവിതത്തിൽ ചേഞ്ച് വന്നവരുടെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇത് ഒരിക്കലും ഒരു ബ്ലൈൻഡ് ബിലീഫ് അല്ല, ഒരു പാറ്റേൺ ആണ്, ഒരു കാൽക്കുലേഷൻ ആണ്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പേഴ്സണലി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ തയ്യാറാവുക. ഒരു പേപ്പർ എടുത്ത് അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും എഴുതുക. കാരണം അടുത്ത കുറച്ച് നിമിഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു വലിയ സത്യം മനസ്സിലാകും. പക്ഷെ ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറയട്ടെ, എല്ലാവർക്കും നല്ല റിസൾട്ട് വരണമെന്നില്ല. ചിലർക്ക് ഒരു വാർണിംഗ് ലഭിക്കും, ചിലർക്ക് ചില സത്യങ്ങൾ കേൾക്കേണ്ടി വരും. പക്ഷെ അത് തന്നെ നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ആദ്യ സ്റ്റെപ്പായിരിക്കും. കാരണം ഏത് നമ്പർ വന്നാലും എന്ത് നമ്പർ ആയാലും ജീവിതം മാറ്റാൻ കഴിയില്ല എന്നില്ല. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് പാറ്റേൺ ആയാലും മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഈ വീഡിയോയെ ഒരു ഗൈഡായി കാണുക, ഒരു വാണിംഗ് ആയി കാണുക, ഒരു ബ്ലെസ്സിങ് ആയി കാണുക. അപ്പോൾ ഇനി നിങ്ങളുടെ ജീവിതത്തിന്റെ കണക്കുകൂട്ടൽ തുടങ്ങാം. ആദ്യം നിങ്ങളുടെ ജനന തീയതി, പിന്നെ നിങ്ങളുടെ പേര്. ഇത് രണ്ടും ചേർന്നാൽ നിങ്ങളുടെ ഭാവി എന്താണെന്നുള്ളത് ഇപ്പോൾ തന്നെ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ കൃത്യത, ജെന്യൂനിറ്റി എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഒരിക്കലെങ്കിലും ശാന്തമായിരുന്ന് ഒരു ചോദ്യമെങ്കിലും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതം ഇനി എങ്ങോട്ടാണ് പോകുന്നത്? കഴിഞ്ഞ ദിവസങ്ങൾ പോലെ തന്നെ തുടരുമോ? അല്ലെങ്കിൽ ഒരു വലിയ മാറ്റം വരാനിരിക്കുകയാണോ? നമ്മളിൽ പലർക്കും ജീവിതത്തിൽ ചില കാര്യങ്ങൾ ആവർത്തിച്ച് സംഭവിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാകും. ചിലർക്ക് എത്ര ശ്രമിച്ചാലും വിജയം വൈകി മാത്രമേ വരൂ. ചിലർക്കോ വളരെ എളുപ്പത്തിൽ ഭാഗ്യം ഒപ്പം നിൽക്കുന്നത് പോലെ തോന്നും. ഇത് വെറും ഭാഗ്യം മാത്രമാണോ? അല്ലെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടോ? ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു ചെറിയ വിവരമല്ല, ഒരു സാധാരണ പ്രഡിക്ഷൻ അല്ല. നിങ്ങളുടെ ജീവിതത്തെ വളരെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു സത്യമാണ്. കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങൾ കരുതുന്നത് പോലെ റാൻഡം അല്ല. അതിന് ഒരു പാറ്റേൺ ഉണ്ട്, ഒരു എനർജി ഉണ്ട്. ആ എനർജി ഇപ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ട് ചില അവസരങ്ങൾ എനിക്ക് കിട്ടാതെ പോകുന്നു? എന്തുകൊണ്ട് ചിലപ്പോൾ എല്ലാം ശരിയായി പോകുന്നത് പോലെ തോന്നുമ്പോഴും അവസാന നിമിഷത്തിൽ തടസ്സം വരുന്നു? ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് അല്ല, ഒരു കാൽക്കുലേഷൻ ആണ്. ആ കാൽക്കുലേഷൻ ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പേരിലും നിങ്ങളുടെ ജനിച്ച തീയതിയിലുമാണ്. ഈ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ഗൈഡ് ചെയ്യുന്ന, നമ്മുടെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യുന്ന രണ്ട് പ്രധാന ശക്തികൾ എന്ന് പറയുന്നത്. ന്യൂമറോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം ഈ പേരും ഈ തീയതിയും നമ്പറുകളാക്കി മാറ്റി അതിൻ്റെ എനർജിയെ വായിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വളരെ പ്രധാനമായ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു രീതിയാണ്. ഇത് ഒരിക്കലും ഒരു അന്ധവിശ്വാസമല്ല. ഇത് പലരും അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് അനുഭവിച്ച് വിശ്വസിച്ച ഒരു രീതിയാണ്.
ചിലർ പേരിൽ ചെറിയ മാറ്റം വരുത്തിയപ്പോൾ അവരുടെ കരിയർ മാറി, അവരുടെ ജീവിതത്തിൽ അവസരങ്ങൾ തുറന്നു. ചിലർ തങ്ങളുടെ നമ്പർ മനസ്സിലാക്കിയപ്പോൾ അവരുടെ ശരിയായ ഡയറക്ഷൻ തിരഞ്ഞെടുത്തു, അവരുടെ ജീവിതത്തിൽ ക്ലാരിറ്റി ലഭിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഇതെനിക്ക് വർക്കാകുമോ? അതിന് ഉത്തരം ഒന്ന് മാത്രമാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം നിങ്ങൾക്ക് അതറിയാം. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. ഇപ്പോൾ ഇനി നിങ്ങളുടെ ജീവിതത്തിന്റെ ആ രഹസ്യ കണക്കുകൂട്ടൽ തുടങ്ങാം. ആദ്യമായിട്ട് നിങ്ങളുടെ ജനിച്ച തീയതി ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫ് നമ്പർ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ആക്ച്വൽ കാൽക്കുലേഷൻ തുടങ്ങുകയാണ്. ഭയപ്പെടേണ്ട, ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എൻ്റെ കൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനിച്ച തീയതിയാണ്. ആദ്യമായിട്ട് നിങ്ങളുടെ ജനിച്ച തീയതി എടുക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ ജനിച്ച തീയതി 14/8/1995 ആണെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 14/08/1995 എന്ന് എഴുതുക. ഈ നമ്പറുകളെല്ലാം കൂടി ആഡ് ചെയ്യണം. അപ്പൊ ശാന്തമായിട്ട് ചെയ്യുക. 1 + 4 + 0 + 8 + 1 + 9 + 9 + 5. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 37 ആണ് അല്ലെ. എന്നാൽ ഇവിടെ നമ്മൾ നിർത്തരുത്, വീണ്ടും ആ 2 നമ്പേഴ്സിനെ കൂട്ടണം. അതായത് 3 + 7, അപ്പൊ നമുക്ക് 10 കിട്ടും. അപ്പോൾ 1 + 0 1 കിട്ടും. ഇപ്പോൾ ഈ ഉദാഹരണത്തിലെ ലൈഫ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ നമ്പർ ഇതുപോലെ കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നമ്പർ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് നെയിം നമ്പർ കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ നിങ്ങളുടെ പേരിലേക്കാണ് പോകുന്നത്. ന്യൂമറോളജിയിൽ ഓരോ അക്ഷരത്തിനും ഒരു നമ്പർ വാല്യൂ ഉണ്ട്. ഇത് വളരെ സിമ്പിൾ ആണ്. A = 1, B = 2, C = 3, D 4, E 5, F 6, G 7, H 8, I 9. അതിനുശേഷം വീണ്ടും J 1, K 2, L 3 ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പോകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് രാഹുൽ എന്നാണെങ്കിൽ ഇപ്പോൾ ഓരോ അക്ഷരത്തിൻ്റെയും വാല്യൂ നോക്കാം. R എന്ന് പറയുന്നത് 9 ആണ്, A എന്ന് പറയുന്നത് 1 ആണ്, H 8 ആണ്, U 3 ആണ്, L 3 ആണ്. ഇപ്പോൾ ഇവയെല്ലാം ആഡ് ചെയ്യുക. അതായത് 9 + 1 + 8 + 3 + 3. അപ്പം നമുക്ക് 24 കിട്ടും. ഇവിടെ വീണ്ടും നമ്മൾ പരസ്പരം കൂട്ടണം. 2 + 4 6 കിട്ടും. അപ്പോൾ ഈ പേരിൻ്റെ നെയിം നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ഇപ്പോൾ നിങ്ങളുടെ പേരും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ നെയിം നമ്പർ എന്താണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോവുകയാണ്. നിങ്ങളുടെ ലൈഫ് നമ്പർ, നിങ്ങളുടെ നെയിം നമ്പർ, ഈ രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓവറോൾ എനർജി കിട്ടും. നമ്മൾ എടുത്ത എക്സാമ്പിൾ നോക്കുക. ലൈഫ് നമ്പർ എന്ന് പറയുന്നത് 1 ആയിരുന്നു അല്ലെ, നെയിം നമ്പർ 6 ആയിരുന്നു. ഇപ്പൊ ഇവ ചേർത്ത് കഴിഞ്ഞാൽ 1 + 6 നമുക്ക് കിട്ടുന്നത് 7 ആണ്. അപ്പോൾ ഫൈനൽ നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. ഈ 7 അഥവാ നിങ്ങൾക്ക് കിട്ടിയ നമ്പർ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിലെ വഴിയെക്കുറിച്ച് വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നതാണ് സത്യം. ഇപ്പൊ നിങ്ങൾക്ക് ഈ 3 നമ്പറുകളും കിട്ടിയിട്ടുണ്ട്. ലൈഫ് നമ്പർ, നെയിം നമ്പർ, ഫൈനൽ കമ്പൈൻഡ് നമ്പർ. ഈ 3 നമ്പറുകളും നിങ്ങളുടെ ജീവിതത്തിന്റെ കീ ആണ്. നിങ്ങളുടെ 3 നമ്പറുകളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നോക്കി നിങ്ങൾക്ക് റിപ്ലൈ നൽകാൻ ശ്രമിക്കും. ഇത് ഒരിക്കൽ കൂടി ക്ലിയർ ആയി പറയാം. സ്റ്റെപ്പ് 1 ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യുക. സ്റ്റെപ്പ് 2 നെയിം ആഡ് ചെയ്യുക. സ്റ്റെപ്പ് 3 രണ്ടും കൂടെ ചേർക്കുക. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണിത്. പക്ഷെ ഇത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് വളരെ ഡീപ്പായ കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ കിട്ടിയല്ലോ. അടുത്തതായിട്ട് ഈ നമ്പർ എന്താണ് മീൻ ചെയ്യുന്നത്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഓരോ നമ്പറിനും ഒരു പ്രത്യേക എനർജി ഉണ്ട്, ഒരു പ്രത്യേക ശക്തിയുണ്ട്. അത് ശരിയായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ജീവിതം കൂടുതൽ ക്ലിയർ ആയി കാണാൻ കഴിയും. ഇനി നമുക്ക് നിങ്ങളുടെ നമ്പറിന്റെ രഹസ്യത്തെക്കുറിച്ച് അറിയാം. അപ്പൊ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 3 നമ്പറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഫൈനൽ നമ്പറാണ്. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓവറോൾ എനർജിയാണ്. ഇപ്പൊ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ നമ്പർ എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത്. നമ്പർ 1, നിങ്ങളുടെ നമ്പർ 1 ആണെങ്കിൽ നിങ്ങൾ ഒരു നാച്ചുറൽ ലീഡറാണ്. നിങ്ങളെ മറ്റുള്ളവർ ഫോളോ ചെയ്യും. നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകും. വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകും. പക്ഷെ ചിലപ്പോൾ ഈഗോ കൺട്രോൾ ചെയ്യണം. ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നത് അവോയ്ഡ് ചെയ്യണം. ഇനി നമ്പർ 2, നിങ്ങളുടെ നമ്പർ 2 ആണെങ്കിൽ നിങ്ങൾ വളരെ ഇമോഷണൽ ആയ ആളുകളാണ്.
അതുപോലെ തന്നെ കെയറിങ് നേച്ചർ ഉള്ളവരാണ്. മറ്റുള്ളവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഓവർ തിങ്കിങ് കുറയ്ക്കണം. സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. നിങ്ങൾക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്. അത് നഷ്ടപ്പെടുന്ന സമയത്താണ് നിങ്ങൾക്ക് പലതും നേടാൻ കഴിയാതെ പോകുന്നത്. ഇനി നമ്പർ 3, നിങ്ങളുടെ നമ്പർ 3 ആണെങ്കിൽ നിങ്ങൾ ക്രിയേറ്റീവ് ആണ്. ലക്ക് നിങ്ങളുടെ കൂടെ നിൽക്കും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങളിൽ സ്ട്രോങ് ആയിരിക്കും. മീഡിയ, ടീച്ചിങ്, കണ്ടന്റ് ക്രിയേഷൻ ഈ മേഖലകളിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നമ്പർ 4 ആണ്. നിങ്ങളുടെ നമ്പർ 4 ആണെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണ്, ഡിസിപ്ലിൻഡ് ആണ്. എപ്പോഴും സക്സസ് നിങ്ങളെ തേടി വരും. പക്ഷേ കുറച്ച് പതിയെ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ പേഷ്യൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾ വലിയ ഉയരങ്ങളിലെത്താൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇനി അടുത്തത് നമ്പർ 5 ആണ്. നിങ്ങളുടെ നമ്പർ 5 ആണെങ്കിൽ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ട്രാവൽ, ന്യൂ എക്സ്പീരിയൻസസ് ഇവയൊക്കെയും നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഒരിടത്ത് നിൽക്കാൻ ഇഷ്ടമില്ല എന്നതാണ് നിങ്ങളുടെ ഒരു സ്വഭാവ പ്രകൃതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബിസിനസ്, മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ ഇവിടങ്ങളിൽ വലിയ വിജയം ലഭിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇനി അടുത്തത് നമ്പർ 6 ആണ്. നിങ്ങളുടെ നമ്പർ 6 ആണെങ്കിൽ ലവ്, ഫാമിലി റിലേഷൻഷിപ്സ് ഇവയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കെയറിങ് നേച്ചർ വളരെ സ്ട്രോങ് ആണ്. പക്ഷേ മറ്റുള്ളവർക്കായി ജീവിക്കുമ്പോൾ നിങ്ങളെ മറന്നു പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ മാറ്റം കൊണ്ടുവരണം. ഇനി അടുത്തത് നമ്പർ 7 ആണ്. നിങ്ങളുടെ നമ്പർ 7 ആണെങ്കിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം സ്ട്രോങ് ആണ്. സ്പിരിച്വൽ കണക്ഷൻ വളരെ ഡീപ്പായിരിക്കും. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ സ്ട്രോങ് ആയിരിക്കും. ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടും. പക്ഷെ നിങ്ങളുടെ പാത്ത് സ്പെഷ്യലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മിറാക്കിൾ സംഭവിക്കും. ഇനി അടുത്തത് നമ്പർ 8 ആണ്. നിങ്ങളുടെ നമ്പർ 8 ആണെങ്കിൽ മണി, പവർ, അതോറിറ്റി ഇവയാണ് നിങ്ങളുടെ ലൈഫ് തീംസ്. നിങ്ങൾക്ക് വലിയ ഉയരങ്ങളിൽ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ലൈഫിൽ ചേഞ്ചസ് വരും. പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഘട്ടങ്ങളിൽ നിങ്ങൾ വളരെയധികം സെൽഫ് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവുക. ഇനി അടുത്തത് നമ്പർ 9 ആണ്. നിങ്ങളുടെ നമ്പർ 9 ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ ബോണായ ആളുകളാണ്. കൈൻഡ്നെസ്, ഹ്യൂമാനിറ്റി ഇവയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്. കർമ്മ സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. പക്ഷേ അതിന് സമയമെടുക്കും എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുക. ഇപ്പോൾ നിങ്ങളുടെ നമ്പർ കേട്ടപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ആയോ? ഇത് ശരിയാണ് എന്ന് തോന്നിയാൽ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ നമ്പർ എഴുതുക. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ നമ്പർ എന്താണെങ്കിലും അത് നിങ്ങളുടെ ഫ്യൂച്ചർ ഫിക്സ് ചെയ്യുന്നില്ല. ഇതൊരു ഡയറക്ഷൻ മാത്രമാണ്. നിങ്ങൾ ചെയ്യുന്ന തീരുമാനങ്ങൾ, നിങ്ങളുടെ പരിശ്രമം, നിങ്ങളുടെ വിശ്വാസം ഇവയാണ് നിങ്ങളുടെ ജീവിതം മാറ്റുന്നത്. അതിലും പ്രധാനമായി ദൈവവിശ്വാസമുണ്ടെങ്കിൽ എന്ത് നമ്പർ ആയാലും ജീവിതം മാറ്റാൻ കഴിയും. പ്രാർത്ഥന, പോസിറ്റീവ് തിങ്കിങ് ഇവ നിങ്ങളുടെ എനർജിയെ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ പേര്, ജനനത്തീയതി, നമ്പർ എന്നിവ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അവർക്കും അവരുടെ ഫ്യൂച്ചർ അറിയാൻ സഹായിക്കുക. അപ്പോൾ ഇഷ്ടദൈവത്തിന്റെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള വിജയവും കൈവരിക്കാൻ സാധിക്കണമേ എന്ന് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.